പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന നവ്യയ്ക്ക് വേണ്ടി കാച്ചിവെച്ച പാലിൽ അനാമിക വിഷം ചേർക്കുകയാണല്ലോ. നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം, തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതറിഞ്ഞ് നവ്യ നിലവിളിക്കുന്നത് കൺമുന്നിൽ കാണണം എന്നെല്ലാം ഓർത്തിട്ടാണ് അനാമികയും രേവതിയും കൂടി നവ്യക്ക് കുടിക്കാൻ എടുത്തു വെച്ച പാലിൽ വിഷം ചേർക്കുന്നത്. എന്നാൽ ആ പാൽ കുടിക്കുന്നത് ദേവയാനിയാണല്ലോ. അങ്ങനെ ആ വിഷം ചേർത്ത ആ പാൽ കുടിക്കുന്നതോട് കൂടി തന്നെ ദേവയാനിക്ക് തളർച്ചയുണ്ടാവുകയും ഛർദിക്കൊക്കെ ചെയ്തതിനെ തുടർന്ന് ജയനും ആദർശും നയനയും കൂടി ദേവയാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ ചെയ്യുന്നത്. എന്നാൽ നവ്യയുടെ നിലവിളി ഏതു സമയവും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന അനാമികയും രേവതിയും ദേവയാനിക്ക് തീരെ സുഖമില്ലാത്തത് കണ്ട് തങ്ങൾക്ക് അബദ്ധം പറ്റിയോ എന്നുള്ള രീതിയിൽ പേടിയോടെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും. ഇനി നവ്യക്ക് എടുത്തു വെച്ച ആ പാലെങ്ങാനും ദേവയാനി ചേച്ചി കുടിച്ചു കാണുമോ രേവതി ചോദിക്കുന്നതും അനാമികക്ക് ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാവരും ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കട്ടോ. മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് എന്താണെന്നറിയില്ല. ജയൻ മാലയിട്ടപ്പോൾ മുതൽ ദേവയാനിക്ക് ചില ബുദ്ധിമുട്ടുകളും അസ്വസ്ഥയൊക്കെ ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു തളർച്ചയും ക്ഷീണവും ഒക്കെ ഉള്ളതുപോലെ, പഴയതുപോലെയുള്ള ഉന്മേഷമൊന്നും ദേവയാനിക്ക് ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് പിന്നെ മോനെ കൊണ്ട് മാല ഇടിച്ചതിന്റെ കാരണം തനിക്കറിയാലോ. നല്ല മനസ്സോടെയല്ലല്ലോ അവൾ ആ കാര്യം ചെയ്തത്. എന്റെ അസുഖം മാറണം എന്ന വ്യാജേനെ മകനും മരുമകളും ഒന്നിക്കാൻ പാടില്ലെന്ന ഉദ്ദേശത്തോടു കൂടിയല്ലേ അവൾ അത് ചെയ്തത്. ദൈവങ്ങളെ കൂട്ടുപിടിച്ചിട്ടാണ് അവൾ വേണ്ടാത്ത ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയാണ് മുത്തശ്ശൻ. അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലായി ICUയിൽ കിടക്കായിരിക്കട്ടോ. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് പറയാണ്. ജയനും ആദർശനും ഒക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. നയനയും വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം അനിയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ മോനെ, ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് അവർ ചോദിക്കുമ്പോൾ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ദേവയാനി ബോധമില്ലാതെ കിടക്കുകയാണ്. ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് പറയാന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ജയൻ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ജയൻ നല്ല വിഷമത്തിലാണ്. ജയൻ പറയുന്നുണ്ട് ദേവയാനിക്ക് 2-3 ദിവസമായിട്ട് എന്തോ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോവാന്ന്. അതിനവൾ സമ്മതിച്ചില്ല. ഇപ്പോൾ കണ്ടില്ല അവസ്ഥ. നയനയാണെങ്കിലും ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ദേവിയാനിയുടെ ശരീരത്തിൽ വിഷം കലർന്നിട്ടുണ്ട്. വിഷം കലർന്ന ഭക്ഷണം ദേവിയാനി കഴിച്ചിട്ടുണ്ടെന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ട് രേവതിക്കും അനാമികക്കും ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മയെ കുഴപ്പാവോ, അവർ കണ്ടുപിടിക്കുമോ ചോദിക്കുകയാണ് അനാമിക. ഇല്ല മോളെ, ആയുർവേദ മരുന്നല്ലേ, അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഇംഗ്ലീഷ് മരുന്നല്ല, എന്തോ ഒരു പച്ചമരുന്ന് കലർത്തിയതാണ് ഇവർ കഴിച്ചിരിക്കുന്നത്. ഇവരെന്താണ് അവസാനമായി കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് അടുക്കളയിൽ പാല് കാച്ചി വെച്ചിരുന്നു, അത് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, വേറെയൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് ഇവർ കുടിച്ച പാലിൽ എന്തോ വിഷം ചേർന്നിട്ടുണ്ട്. അതൊരു മാരകമായ വിഷമാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ഈ കാണുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മോളെ ഡേറ്റ് കഴിഞ്ഞ പാല് വല്ലതുമാണോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇത് പാലിൻ്റെ കുഴപ്പമൊന്നുമല്ല, പാലിൽ മറ്റെന്തോ വിഷാംശം കൂടിയ അളവിൽ ചേർന്നിട്ടുണ്ട്. അതെന്തായാലും മനഃപൂർവ്വം ചേർന്നതാണ്, അല്ലാതെ ഇങ്ങനെയൊരു വിഷം ഒരാളുടെ ശരീരത്തിൽ ചെല്ലാൻ യാതൊരു മാർഗവുമില്ല. എന്തായാലും കൃത്യസമയത്ത് നിങ്ങൾ ഇവിടെ എത്തിച്ചത് കൊണ്ടാണ് ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റിയത്. മുത്തശ്ശൻ ചോദിക്കുകയാണ് അതെങ്ങനെയാ പാലിൽ ഇത്രയും മാരകമായ വിഷം വരുന്നത്, മോൾ ആർക്ക് വേണ്ടിയാണ് പാല് കാച്ചിയതെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ ചേച്ചിക്ക് വേണ്ടി എന്നത്തെയും പോലെ പാല് കാച്ചി തണുക്കാൻ വെച്ചിട്ട് അവിടുന്ന് പോയിരുന്നു. തിരികെ വന്ന് നോക്കിയപ്പോൾ ആ പാൽ അവിടെ ഉണ്ടായിരുന്നില്ല. ആ പാല് അമ്മ എടുത്തു കുടിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും അനാമിക പറയുന്നുണ്ട് അപ്പോൾ ഇവള് തന്നെയാ കള്ളി, ഇവളുടെ ചേച്ചിയെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതായിരിക്കും എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് അനാമിക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട, നയന ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്നവളല്ല എന്ന് എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയാണ്. അങ്ങനെ നയനയുടെ മേല് കുറ്റം ചാർത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവിടെയും പരാജയപ്പെട്ടു പോവുകയാണ് അനാമിക. നവ്യയെയും നയനയെയും തമ്മിൽ തെറ്റിപ്പിരിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല അനാമിക പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു ആയുർവേദ മരുന്നാണ്, ശരിക്കും ഒരാളുടെ ശരീരത്തിൽ മരണം വരെ സംഭവിച്ചേക്കാം ഈ ഒരു മരുന്ന്. അത്രയും വിഷാംശം അടങ്ങിയ ഒരു മരുന്നാണിത്. എന്തായാലും ഇതെങ്ങനെ സംഭവിച്ചതെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് മൂർത്തി സാറെ നിങ്ങൾ പോലീസിലൊരു കംപ്ലൈൻറ്റ് ചെയ്യണം. ഇത് ആര് ചെയ്തതാണെങ്കിലും അവരെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കണം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ.
തീർച്ചയായിട്ടും ഞാൻ ഇതിങ്ങനെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഒരാളുടെ ജീവൻ വെച്ചാണ് കളിച്ചത്. ഇത് ആര് ചെയ്തതാണെങ്കിലും അവർക്കുള്ള ശിക്ഷ വളരെ ഭയാനകമായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ ഇത് കേൾക്കുന്നതും രേവതിയും അനാമികയും പേടിച്ച് വിറക്കുന്നുണ്ട് കേട്ടോ. അനാമിക ചോദിക്കുകയാണ്, അമ്മയല്ലേ പറഞ്ഞത് പോലീസ് കേസൊന്നും ആവില്ലെന്ന്? ഇപ്പൊ കണ്ടില്ലേ, ആ കിളവൻ പോലീസിനെ അറിയിക്കാൻ പോവാണെന്ന്. നമുക്ക് നോക്കാം മോളെ, അമ്മയുണ്ടല്ലോ കൂടെ, മോള് വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. നയനയാണെങ്കിൽ ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആദർശ് നയനയെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. എങ്കിലും ആദർശേട്ടാ, ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ എടുത്തു വെച്ച പാലിൽ ആരെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം നവ്യയും പറയുന്നുണ്ട്, നയന, എനിക്കൊരു സംശയം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അഭിയും അവൻ്റെ അമ്മയും, അല്ലെങ്കിൽ അനാമികയും അവളുടെ അമ്മയും. അപ്പോൾ ആദർശ് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുമോയെന്ന് ചോദിക്കുമ്പോൾ, ചെയ്യും ആദർശേട്ടാ, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? എൻ്റെ കുഞ്ഞിനെ കളയുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി നയനെ എനിക്ക് തരാൻ വേണ്ടി എടുത്തു വെച്ച പാലിൽ മനഃപൂർവ്വം കലർത്തിയതാ. ഒന്നുകിൽ എൻ്റെ അമ്മായിയമ്മ, അല്ലെങ്കിൽ അനാമിക. ഇവർ മാത്രമേ ഇങ്ങനെ ചെയ്യുകയുള്ളൂ നമ്മുടെ വീട്ടിൽ, അതെനിക്കുറപ്പാണ്. എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് CCTV ഫുട്ടേജ് ഒക്കെ നോക്കാം എന്നൊക്കെ നവ്യ പറയാൻ കേട്ടോ. അപ്പം നയനയും പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര, അന്നും ഇതുപോലെയായിരുന്നു. പായസത്തിൽ എന്തോ ഒരു മരുന്ന് കലർത്തി അനാമിക എന്ന് പറയുമ്പോൾ, അനാമികയോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ, അതേ ആദർശേട്ടാ, അന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച പായസത്തിൽ അനാമിക എന്തോ ഒരു മരുന്ന് ചേർത്തു. അത് ചേച്ചി കയ്യോടെ പിടികൂടി. അങ്ങനെ ആ മരുന്ന് ചേർത്ത പായസം മാറ്റി വെച്ചിട്ട് അനാമിക എടുത്തു വെച്ച പായസം തിരികെ വെക്കുകയും ചെയ്തു. അങ്ങനെയാണ് അന്ന് അവർക്ക് വയറിളക്കം പിടിച്ചത്. അന്ന് നവ്യേച്ചി കണ്ടില്ലായിരുന്നെങ്കിൽ ആ പായസം കുടിച്ച് നമ്മളെല്ലാവരും ഇവിടെ കിടന്ന് ഓടേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കുറപ്പാ, അനാമിക തന്നെയായിരിക്കും ഇതിന് പിന്നിലും. അപ്പോൾ ഇത്രയ്ക്കും ക്രൂരതയാണ് അവളുടെയൊക്കെ മനസ്സെന്നിങ്ങനെ ആദർശം പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദർശിട്ട, ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. എൻ്റെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാൻ നോക്കിയത് ആരാണെങ്കിലും അവരെ കണ്ടുപിടിക്കണം. മുത്തശ്ശൻ പറഞ്ഞതുപോലെ അവരനുഭവിക്കാൻ പോകുന്ന ശിക്ഷ വളരെ കടുത്തതായിരിക്കും എന്ന് പറയുന്നുണ്ട് നവ്യയും. അപ്പോൾ നയന പറയാണ്, എന്തായാലും നമുക്ക് തെളിവുകളൊക്കെ ഒന്ന് കിട്ടട്ടെ, പോലീസ് വന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം ബാക്കി കാര്യങ്ങൾ. തുടർന്ന് നമുക്കൊന്ന് അമ്മയെ കയറി കണ്ടാലോ എന്ന് ചോദിക്കുമ്പോൾ, ഡോക്ടർ പറഞ്ഞതല്ലേ ഇപ്പോൾ കയറാൻ പറ്റില്ല എന്ന്, ഡോക്ടർ പറഞ്ഞ ശേഷം കയറിയാൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശ്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയാണ്, എന്തായാലും 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല, ആളുടെ നില അത്രയും ഗുരുതരമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ജയനും ആദർശവും ഒക്കെ വിങ്ങിപ്പൊട്ടി കരയാണ്. മുത്തശ്ശനും അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത് ആരായാലും അവരെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവരനുഭവിക്കാൻ പോവുക എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശനും. അപ്പോൾ ഇത് കേൾക്കുന്നതും അനാമികയും രേവതിയും ശരിക്കും പേടിക്കുന്നുണ്ട്. ഈശ്വര, പ്രശ്നമാകുമോ മോളെ, ഇവരിത് പോലീസ് കേസ് ആക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയാണ്, അമ്മ വിഷമിക്കാതെ, തെളിവുകളെല്ലാം നമുക്ക് നശിപ്പിക്കാം, അതെല്ലാം നമുക്ക് നയനയ്ക്കെതിരാക്കി വെക്കാം. നയന അല്ലെങ്കിൽ അബി, ഇവരിൽ ആരെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാം അമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സന്ധ്യ ആവുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും വീട്ടിലേക്ക് പൊക്കോ, അച്ഛന് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ, അമ്മക്കും ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അനി മോനെ, ഇവരെ നീ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമികൻ പറയുന്നുണ്ട്, ആ അനി, ഞാനും വരുന്നുണ്ട്, ഞാനിവിടെ നിന്നും മടുത്തു, എന്നെക്കൊണ്ട് വയ്യാന്നും പറഞ്ഞ് അനാമികയും കൂടെ പോവുകയാണ്. അപ്പോൾ രേവതിയും അവളുടെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നവ്യ, നീയും കൂടി വാ, മോൾ വയ്യാതിരിക്കല്ലേ, ഈ സമയത്ത് ഇവിടെ ഇരിക്കണ്ടെന്ന് പറയുമ്പോൾ, സാരമില്ല മുത്തശ്ശി, ഞാൻ ഇവിടെ നിൽക്കാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നയന മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ജയൻ പറയാണ്, അതൊന്നും സാരമില്ല മോളെ, മോള് പോയിക്കോ, ഇവിടെ ഞാനും ആദർശമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ആദർശവും നയനയും ജയനും മാത്രമാണ് കേട്ടോ ഇപ്പോൾ അവിടെയുള്ളത്. അങ്ങനെ നയനയെ വന്ന് ആദർശം ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ആദർശിട്ട, എനിക്ക് പേടിയാവുന്നു. ഇപ്പം തന്നെ കണ്ടില്ലേ, അനാമികയും അവളുടെ അമ്മയും ചെയ്ത കുറ്റങ്ങൾ എൻ്റെ തലയിൽ ഇടാൻ നോക്കിയത്, ഞാൻ ആ ചേച്ചിയെ കൊല്ലാൻ നോക്കിയതെന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല, ഇതും കൂടെ അറിയുമ്പോൾ മനഃപൂർവ്വം ചെയ്തതാണെന്നല്ലേ പറയൂ എന്നൊക്കെ പറഞ്ഞ് നയനക്ക് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയാണ്, സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ നീ തെറ്റുകാരിയല്ല എന്ന്, അതുകൊണ്ട് എൻ്റെ അമ്മ ഇക്കാര്യത്തിൽ നിന്നെ അവിശ്വസിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുകയാണ് ആദർശ്. അങ്ങനെ ആദർശും നയനയും ജയനും ഉറങ്ങാതെ നേരം വെളുപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് ഡോക്ടർ വന്നിട്ട് ദേവയാനിയെ പരിശോധിക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ദേവയാനിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തായാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട്, ആള് നല്ല മയക്കത്തിലാണ്, എന്നാലും കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് ബോധം വരും, എന്തായാലും 5 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ നവ്യയും മുത്തശ്ശിയും കൂടെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, അവർ കണ്ണ് തുറന്നു, നിങ്ങളെ എല്ലാവരെയും അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ICUയിലേക്ക് എല്ലാവരും ചെല്ലുന്നുണ്ട്. അവരെ കാണുന്നതും ദേവയാനി പറയാണ്, എന്താ ചെയ്യേട്ടാ ഇന്നലെ എനിക്ക് സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ നയന കാച്ചി വെച്ച പാല് കുടിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കുടിച്ച സമയത്ത് തന്നെ എനിക്ക് വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്ന പോലെയൊക്കെ തോന്നി. ശരീരം മൊത്തം നല്ല വേദനയായിരുന്നു. ഞാൻ മരിച്ചു പോകുകയാണോ എന്ന് പോലും തോന്നി എനിക്ക്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, നീ അതൊന്നും ഇപ്പോൾ ഓർക്കണ്ട, വിഷമിക്കാതിരിക്ക്. നിന്റെ മോനും മരുമോളും ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഉടനെ തന്നെ ദേവയാനി ചോദിക്കാണ്, അല്ല അനാമിക മോൾ എവിടെയെന്ന്. അത് കേൾക്കുന്നതും ജയന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിന്റെ ഒരു അനാമിക മോള്. അപ്പം തന്നെ നായന പറയുന്നുണ്ട്, അച്ഛാ അമ്മയെ ഇപ്പോൾ ഒന്നും പറയാതെ, അമ്മക്ക് സുഖമില്ലാതിരിക്കല്ലേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, എന്നാൽ ശരി, എല്ലാവരും പുറത്തേക്ക് പോകണം, അധിക നേരം ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നേഴ്സ് അവരെ എല്ലാവരെയും ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അമ്മായിയുടെ മനസ്സിൽ ഇപ്പോഴും അനാമിക മാത്രമേ ഉള്ളൂ. വീട്ടിലെത്തിയതിന് ശേഷം അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവൾ ഫോൺ നോക്കി ഫുഡും കഴിച്ച് നല്ല ലാവിഷ്യായിട്ടിരിക്കുകയായിരുന്നു. എന്തൊരു മനസ്സാ അവളുടെ. എനിക്കുറപ്പാ മുത്തശ്ശ, അവൾ തന്നെയായിരിക്കും ഇത് ചെയ്തത് എന്ന്. അപ്പം മുത്തശ്ശൻ, അതെന്താ നവ്യ നിനക്ക് ഇത്ര ഉറപ്പെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് മുത്തശ്ശ, അന്ന് എല്ലാവരും വയറിളക്കി എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്നത് മുത്തശ്ശൻ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശ, അന്ന് എല്ലാവർക്കും വേണ്ടി നയന പാൽപ്പായസം ഉണ്ടാക്കി വെച്ചില്ലേ? അവൾ പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് അടച്ചു വെച്ച് പോയതിന് ശേഷം ഞാൻ അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അനാമികയും അവളുടെ അമ്മയും കൂടി എന്തോ ഒരു പൊടി പായസത്തിൽ ചേർക്കുന്നതും അതിന് മുമ്പായിട്ട് അവർക്ക് കഴിക്കാൻ കുറച്ച് മാറ്റി വെക്കുന്നതും ഞാൻ കണ്ടു. അപ്പോൾ എന്തോ ഒരു തരികിട പരിപാടിയാണെന്ന് മനസ്സിലാക്കി അവർക്ക് കുടിക്കാൻ വേണ്ടി അവരെടുത്തു വെച്ച പായസം പാത്രത്തിലുണ്ടായിരുന്ന മരുന്ന് ചേർത്ത പായസം അവരെടുത്തു വെച്ചിരുന്ന അതേ സ്ഥാനത്ത് ഞാൻ വെച്ചു. അങ്ങനെ ആ മരുന്ന് ചേർത്ത പായസം അവർ തന്നെയാണെന്ന് കഴിച്ചത്. അതുകൊണ്ടാണ് അന്ന് അവർക്ക് വയറിളകിയത്. ശരിക്കും അന്ന് അവർ തന്നെയായിരുന്നു ആ പായസത്തിൽ മരുന്ന് കലക്കിയത്. അത്രക്കും ദുഷ്ടരാണോ അവരെന്ന് ചോദിക്കുമ്പോൾ, അതേ മുത്തശ്ശ, ഞാൻ പറഞ്ഞത് സത്യമാണ്, അല്ലെങ്കിൽ മുത്തശ്ശൻ നയനയോട് ചോദിച്ചു നോക്കുമെന്ന് പറയാൻ കേട്ടോ. ഞാനാണ് ആ പായസം മാറ്റി വെച്ചതെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ചെയ്തതാണ് ഇത്. പക്ഷേ ആ പാല് കുടിച്ചത് അമ്മായി ആയിപ്പോയി. അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ നവ്യ മുത്തശ്ശനോട്. അപ്പം മുത്തശ്ശൻ തന്നെ ഇത് ശരിയായിരിക്കുമെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിങ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റ് സീരിയൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക് യു.